ഹലോ ഗായ്സ്, നമ്മളെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗ്രീൻബർഗിലെ ട്രക്കിങ്ങിലാണ്. നമ്മൾ ഏകദേശം ആ കാണുന്ന അവിടെ നിന്ന് നമ്മൾ നടന്ന് ഇതുവരെ വന്നു. ഇവിടുത്തെ വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടിയാണ് വന്നത്. ഇതിവരെ തന്നെ ഇതിൽ റിസോർട്ടിലുള്ള ട്രക്കിംഗ് പോയിൻ്റാണ്. നിങ്ങളെന്തായാലും വ്യൂ കണ്ടുപോയിക്കോ. ഇത് മാത്രമല്ല, ബാക്കിയുള്ളൊരു മണ്ടലുണ്ട്. ഞാൻ ജസ്റ്റ് താഴോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. നമ്മൾ കാണാൻ വന്ന വ്യൂ നമ്മളെ കൂടെ ഗൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷൊണ്ണാൾ നോക്കുന്നു. എട്ട് മണിയിലല്ലാറോ അല്ലേ? ഇത് അടിപൊളി വ്യൂ. കൊള്ളാം. നിങ്ങളെന്തായാലും ഈ വ്യൂ ഒന്ന് കണ്ടോ. താഴോട്ട് ഇത്രയും ഹൈറ്റ്. അടിപൊളി സ്പോട്ട്. വൈഷ്ണവേ, ഒരു ചിമ്പലും കൂടെ വാങ്ങാം. ഞാൻ കയറിയെന്നപ്പോൾ വിചാരിച്ചില്ലേ എത്ര നല്ല വ്യൂ ആണോ. ഒന്നുമില്ല. ഇല്ല, സീരിയസ് ആയിട്ട് നീ കണ്ണാടി വെച്ച് കണ്ടോണ്ടാണോ? പോടാ, അടിപൊളി. ചാടി ഇത്രയും ഹൈറ്റ് ഉണ്ടായിരുന്ന ബ്രോ അളിയ ഫോൺ അങ്ങ് പോവുക. എനിക്ക് അന്ന് ഇന്നലെ പോയോല. എടാ അത് ഡാമടാ. അത് അച്ചുവിന് എന്തോ സൂയിസൈഡ് ചെയ്യാൻ നിൽക്കുകയാണ്. അതാണ് ഡാം. ഏത് ഞാൻ ഡാം എന്നാണ് പറഞ്ഞത്. അത് ഏത് താഴെ ആ കാണുന്നതാ? അതാണ് ഡാം. വെള്ളം കെട്ടിയിരുന്ന ഡാം. ഇതാണ് ഡാം. ഏതാടാ? അത് വേറെ റിസോർട്ടാണല്ലേ. അവിടെ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടോ? ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെയുണ്ട് ഗായ്സ്. അടിപൊളി സ്ഥലം. അച്ചു ചാടിച്ചാവുന്നാടോ അച്ചു? ഭംഗി ചാടി ഇവിടെ ഒന്ന് താഴെ പോവാ. അയ്യോ, ഇത്രയും അയച്ചു. എന്തായാലും പെട്ടെന്നൊന്നും എത്തൂല, കുറച്ച് ലാഗാവും. എനിക്ക് വട്ടല്ലേ. അടിപൊളി സ്പോട്ടാണ് ബ്രോ, അടിപൊളി സ്പോട്ട്. ഈ ഹൈറ്റ് ഒക്കെയാണ് മാറ. നല്ല ഹൈറ്റ് ഉണ്ടല്ലേ. വലിയ കൊക്ക പോലെ ഉണ്ട്. ഗൈസ്, നിങ്ങൾ എന്തായാലും ഇവിടെ വരുമ്പം ഇതും അധിക ദൂരമൊന്നും നടക്കാമല്ലോ, കുറച്ച് ദൂരം നടക്കാറുള്ളൂ. പക്ഷെ വന്നാൽ ഈ ഒരു വ്യൂ കിട്ടും, മസ്റ്റ്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ മല. അതല്ല, ഇത് രണ്ടാമത്തെ, അത് ഒന്നാമത്. ഏത്? പക്ഷെ അതുവരെ എനിക്ക് നടക്കാൻ വയ്യ. ആരെങ്കിലും എടുത്തോണ്ട് പോയി കുഴപ്പമില്ല. എടുക്കടാ. ഇപ്പൊ കൊള്ളൂലെന്നായിരുന്നു. വൈഷ്ണവ് സാർ എവിടെ പോയി? അപ്പോഴാണ് അയാള് പറഞ്ഞത് പോണ്ടെന്ന്. ഇനി സാർ ഒന്ന് പിടിക്കൂ. അതിന് പിടിക്കില്ലേ?
ഇവിടെ ഇങ്ങനെ ആത്മഹത്യ. അയാളിപ്പോ ചീത്ത വിളിക്കും. ഇവൻ കുഴപ്പമില്ല, ഇത് ഇല്ല ഇവിടെ വീഴുള്ളൂ. എവിടെ എന്തെങ്കിലുമൊക്കെ കിട്ടണേ. എങ്ങനെയുണ്ട്? സ്ഥലം എങ്ങനെയുണ്ട്? ഇത് എത്ര കമ്പനി ഇത്? ഒരു കമ്പനി ഒരു കമ്പനിയാണോ ഇത്? എന്റെ ദൈവം, ഈ കണ്ണിലെ കുരുവും വെച്ച് നീ അത്ര സാധനം ഇട്ട് ഇത്രയൊക്കെ ഇരിക്കുന്നല്ലേ? ഇത് നോക്കടാ. ഇതില്ല ഇപ്പൊ. നിങ്ങളിത് കാണുക, എത്ര കമ്മലാണ് ഇട്ടിരിക്കുന്നത് കാണുക. ഈ ചെവി കൂടെ എത്ര കമ്മലാണെന്നുണ്ട്. 4 ഇത് അറിയാന്നുള്ളവർക്ക് അറിയാം. പിന്നെ പോലെ മണ്ട ഗൈസ് കുറവി കുറത്തൻ മലയിലെ കുറത്തിയാണത്. നീ നമ്മ ഇത് എന്താ ഇലവീഴും മൂഞ്ചിറ. ഇലവീഴും മൂഞ്ചിറ പോയിട്ടുണ്ട്. ബോഡി ഷേമിംഗ് അല്ല, ജാതി കളിയാക്കണേ. റേസിസം ആണല്ലോ. ഇവിടെ എന്തടി ഇങ്ങനെ? നമ്മളതൊന്നും പറയാൻ പാടില്ല. അല്ല അതെന്തോ പറയുമല്ലോ. അതൊക്കെ അറിയാമെങ്കിൽ നീ അല്ല എന്താ ഇത് ചെയ്യരുത്. മറ്റേ വേറെന്താ കേസിലല്ല ഞാൻ പറഞ്ഞല്ലോ. മലയാളത്തിൽ പഠിച്ചിട്ടുണ്ട്. അടി ഇതിനേക്കാൾ ഇത് കൊള്ളാളിയാ. ഏതളിയാ ഇതില് വ്ളോഗ് എടുക്കാൻ ഇത് കണ്ടിട്ട് ഇതാണെങ്കിൽ എളുപ്പമാണ്. ഇത് ഇതാണ് എളുപ്പം കേട്ടോ. ഇത് എളുപ്പമാണ്. ചെറുക്കൻ്റെ അടുത്ത് പറയാം ഇനി അടുത്ത ഇത് വാങ്ങിച്ചോണ്ട്. നീ കാര്യം ചെയ്യ്. നീ ഇത് വേണം ഇത് വാങ്ങ്, ഗോപ്രയും കൂടെ വാങ്ങ്. അനന്ത് ഈ വ്ളോഗ് അത് ആദർശ് ഈ വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ പറയണേ, അടുത്ത് പറയുമ്പോ എനിക്കിത് വാങ്ങിച്ചിട്ടുണ്ട്. അത് അവന് വാങ്ങിച്ചോണ്ട് നീ ആര് ചെറിയ സാധനം കിട്ടും. നിനക്ക് ഇത്രയും മേടിച്ചോണ്ടല്ലേ? അപ്പൊ എനിക്കിതൊക്കെ കൊള്ളാം കേട്ടോ. കിട്ടിയ സ്പോട്ട് രാവിലെ കാലം ഇവിടെ കുറച്ചുകൂടി ഇതിൽ എത്ര ബാറ്ററി ഉണ്ട്? കൊള്ളാല്ലേ? ഒരു ബാറ്ററി ഇതിനകത്ത് കൊള്ളൂ. ഇതാണ് ബാക്കപ്പ് ഒന്നുമില്ല. ബാറ്ററി ലൈഫ് എത്ര ചോദിച്ചാൽ ഓക്കെ. അതല്ല എത്ര ബാറ്ററി ബാക്കപ്പ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. ബാക്കപ്പ് ബാറ്ററി കൊടുക്കും ഇതിന്. എന്റെ 3-4 ബാറ്ററി ഉണ്ടല്ലോ. എവിടെ? മറ്റേല് ഗോപ്രയ്ക്കല്ല, ക്യാമറയ്ക്കായിരിക്കും. ക്യാമറയ്ക്ക് 2 ഉണ്ട്. എനിക്ക് നീ പറഞ്ഞോളൂ. എന്റെ ഫോണിൽ ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയാ എളിയാ. ക്യാമറയ്ക്ക് 2 ബാറ്ററി ഉണ്ട്. ക്യാമറയ്ക്ക് 2 ബാറ്ററി കാണും. ഇത് ഗോപ്രോ അല്ലേ? ബാക്കപ്പ് വാങ്ങാൻ പറ്റൂല. ബാക്കപ്പ് വാങ്ങാൻ പറ്റുമായിരിക്കും, പൊട്ട ഞാനും ചോദിക്കുന്ന. പക്ഷെ ഇത് ഊരിയിടാൻ പറ്റുന്ന സാധനമായിരിക്കൂലേ. പറ്റുന്ന അപ്പോഴേ മാറ്റാൻ പറ്റും. ക്യാമറ ബാറ്ററി അല്ലേ തന്നെ? എന്തോന്ന് ഇതിന്റെ കൂടെ കിട്ടൂലെന്ന്. എക്സ്ട്രാ ആണോ പൈസ കൊടുത്ത് വാങ്ങണം. പിന്നെ പൈസ കൊടുത്ത് അവര് തരൂലെന്ന്. അതല്ലടാ കൂട്ടുകാരാ ഞാനും പറയും. ഞാൻ മെസ്സേജ് ഒക്കെ അയച്ചു. ആ മൈക്ക് സൂപ്പറാണ്. ഇവിടെ ഫുൾ റേഞ്ച് ആണ് 5G. പക്ഷെ അവിടെ താഴെ ഇല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്യാവശ്യം മേളിൽ കയറി വിളിക്കാം, താഴെ ഇറങ്ങാം. ഒന്നാടാ ചൂത്തി പിടിച്ചാ വൈഷ്ണവനെ. വൈഷ്ണവേ കുറച്ചു നേരം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. വീഡിയോ എടുത്തു. അങ്ങോട്ട് പോവല്ലേ സച്ചു, വീണ്ടും മരിക്കും. ഇത് സ്റ്റോറേജ് ഫുള്ളൊന്ന്. ആ ക്യാപ് കട്ടിന്റെ അത് എനിക്ക് കിട്ടിയേട്ടാ. ഞാൻ ഇന്നലെ പഠിച്ചു. ഇന്നലെ 90 GB പിന്നെ എടുത്ത് കളഞ്ഞ്. പക്ഷെ ഇതിലേതെങ്കിലും ഒരു വീഡിയോ ഇപ്പൊ ഡിലീറ്റ് ചെയ്യണം. എനിക്ക് വേണ്ട. അത് ഏതെങ്കിലും ഡിലീറ്റ് ചെയ്തോ, എല്ലാം എഡിറ്റ് ചെയ്ത് തന്നെ. ഇതങ്ങ് ഡിലീറ്റ് ചെയ്തോ, എല്ലാം എഡിറ്റ് ചെയ്ത് തന്നെ. ഇതങ്ങ് ഡിലീറ്റ് ചെയ്തോളാ. ഇങ്ങനെയൊക്കെ പോയാ ഇങ്ങനെയൊന്നുമല്ല. ഇത് ഏത് ഇതിലേ വേറൊരു ഓപ്ഷൻ കൂടെ ഉണ്ടല്ലോ. ഇത് VPN ഓണാക്കാം. ആ VPN ആർക്കും നീ ഇപ്പൊ ഇങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് കണ്ടോ നിങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം എടുത്തു തരുന്നുണ്ട് ഗായ്സ്. എന്തൊരു വേണം? അപ്പോഴപ്പോഴും വിനീഷ് ഓർന്ന് അങ്ങനെ കട്ട് ചെയ്യണില്ല. വിനീഷ് അവിടെ താഴെ ഇവിടത്തെ അതാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മൾ എന്താണ് കാണിക്കുന്നത് അത് കാണിക്കും. ലാപ്പും എല്ലാം കൂടെ എടുത്തോണ്ട് വരും. എന്നിട്ട് നമ്മൾ ഇവിടെ ഇരുന്നിട്ട് തൊപ്പിയൊക്കെ പിന്നെ എങ്ങനെയാ ലൈവ് ചെയ്യുന്നുണ്ട്. ഫോണിലാണ് ചെയ്യുന്നത്. ഓ ഫോണിൽ ചെയ്യും. ഓ ലൈവ് ഉണ്ട്. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അടുത്ത ട്രിപ്പ് കേദാർനാഥ് പ്ലാൻ ചെയ്യുന്നുണ്ട്. മസ്റ്റായിട്ട് ദുബായ്. പിന്നെ എവിടാ? നീ വരുന്നാ? നിന്നെ
നീ ഉണ്ടെങ്കിൽ ആര് ബഡ്ജറ്റ് എത്ര ബ്രോ? ഒരു 10 രൂപ വരാം. അങ്ങനെയാണെങ്കിൽ മെയില് ബുക്ക് ചെയ്യണം. ഇവിടെ നിന്ന് നാളെ ബുക്ക് ചെയ്യും. ബുക്ക് ചെയ്യും. അത് 16 കിലോമീറ്റർ നമുക്ക് യാത്ര ഉണ്ട്. അത് അവര് ട്രക്കിംഗ് 6 കിലോമീറ്റർ സീനൊന്നുമില്ല. 6 കിലോമീറ്റർ സീനൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. ഓ അത് അവര് കൊണ്ടുപോകും, ഒരു പ്രശ്നമില്ല. അത് ബദ്രീനാഥ് സിനിമ ഇല്ലേ, അതാണ്. അതിന്നും അടിപൊളിയാണ്. ഏറ്റവും കൂടുതൽ ട്രക്കിംഗ് ആണ് കാണാൻ. റിവർ റാഫ്റ്റിംഗ് പിന്നെ നമ്മളുണ്ടല്ലോ, അതിൽ കൂടെ എന്തിനു വേണം. ഇത് ആദ്യം സെറ്റ് ഇത് സെറ്റ് ചെയ്യാനേ ഇവിടെ ഒരു ഫീച്ചറും കൂടെ ഉണ്ടളിയാ, പക്ഷെ ആ ഫീച്ചർ നീ കാണുന്നില്ല. ഒന്നുകൂടെ എടുക്കാം. ആയുർവേദ ആശുപത്രി പോകാൻ വേണ്ടി വരും. അത് നമുക്ക് പിന്നെ ചെയ്യാം. അയ്യോ ഇത് സ്ഥലമില്ലല്ലേ വീഡിയോ ഒക്കെ. കുഴപ്പമില്ല, നിന്റെ ഫോൺ കൈ വെച്ചു അച്ഛൻ്റെ ഫോണിൽ ഒന്നുകൂടെ നോക്കിയാണ്. ഇപ്പൊ ഒരെണ്ണം വന്നു വേണ്ട. ഡിലീറ്റ് ആയി നോക്ക്. ഏതെങ്കിലും ചെയ്തോ? ഇതങ്ങ് ചെയ്യട്ടോ. ഓ ഇവിടെ മറ്റേ ഇവിടെ വേറൊരു ഓപ്ഷനും കൂടെ വരും ബ്രോ. അതാണ് ഞാൻ പിന്നെ ടൈം എടുത്ത് ഞാൻ മനസ്സിലായിരുന്നു എനിക്ക്. ഞാൻ പിന്നെ ചെയ്തു തരാം. മാനേജ് സ്റ്റോറോ? ഇവിടെ മാനേജ് സ്റ്റോർ, മാനേജ് അക്കൗണ്ട് ആണ്. ശരിയല്ലോ. ക്ലിയർ റോഡ്, അത് ക്ലിയർ റോഡ്, ഇത് ക്ലിയർ റോഡ്. കിടന്ന് വെപ്രാളം എന്തിനാ? 16 GB അല്ലേ ഉള്ളൂ. 16 GB. ഇത് ക്ലീൻ താഷ്. ഇനിയുണ്ട്, ഇനി വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. ഫിനിഷ്. മിസ്റ്റർ ഫുഡ് കേരള. നിന്നെ വലിച്ചില്ല ഞാൻ. ഗീതു ഫ്രം കാട്ടാക്കട. പിന്നെ കാട്ടാക്കട അല്ലേ നിന്റെ വീട്? ഗീതു ഫ്രം കുറവൻ കുറത്തിമല. നോട്ടം കണ്ടില്ലേ, ചിരി കണ്ടില്ലേ? ഗായ്സ്, ഈ പൊട്ടൻ ബാക്ക് ചെയ്യുന്ന പൊട്ടൻ്റെ ക്യാമറ ആയിരുന്നു, അവൻ കട്ട് ചെയ്ത് വിട്ട്. അതുകൊണ്ട് വീണ്ടും എടുക്കുകയാണ്. നമ്മളതിൽ ഒളിവും മറവുമില്ല. അയ്യോ, ഞാൻ പിന്നും ആ പൊട്ടൻ്റെ തന്നെ കൊടുക്കാം. എന്നാ പിടിക്ക്. നീ ഇതിലൊന്നും തൊടല്ലേ, ഇതില് മാത്രം. ഇടയ്ക്കിടയ്ക്ക് കുലിക്കോ? ആര്? എന്റെ മുതലാളിയായി. അവന്റെയും കൂടെ സാധനമാണ്. ഇവള് ഗീത ഒന്ന് രഹസ്യം പറയുന്നുണ്ടോ മൈക്കിന്റെ അടുത്ത് വന്നിട്ട്? അത്രയ്ക്കുള്ള ബുദ്ധിയുള്ള രഹസ്യം പറയും പലതും. എങ്കിൽ നിന്നെ കുറിച്ച് ഞാനും പലതും പറയും. നിന്നെ പക്ഷേ നടന്നിട്ടില്ലെങ്കിൽ ഉള്ളതുപോലെ പറയും. വീണ്ടും ഇത് ഈ വീഡിയോ ഫുള്ള് ഞാൻ വോയിസ് ഓവർ ചെയ്യാൻ എനിക്ക് വയ്യ. ഞാൻ ഇനി ഇരുന്ന് എല്ലാരെയും വിളിച്ചു വരുത്താടെ, നിങ്ങളെല്ലാം ഈ ഡയലോഗ് പറയണേ, ഈ സമയമാകുമ്പോ ഇത്ര സെക്കൻഡ് പറഞ്ഞു തീർക്കണേ. ഞാൻ എനിക്ക് വയ്യ ഇനി ഇത് കട്ട് ചെയ്യാണെന്ന്. ഇനി ഡബ്. വിനീഷ് ആരെയോ വാക്കും കേട്ട് കൂടിയ സാധനം ഏതാ വേണം വാങ്ങിച്ചു വെച്ചാൽ അതിനെ വിൽക്കുന്ന എങ്ങനെയെന്ന്. ഏതൊരു ഒരു സാധനം ഉണ്ടല്ലേ 16,000 രൂപയ്ക്ക് പോയിട്ട് ആരെങ്കിലും ഒരാളെ ഒരു സാധനം ഓഫാക്കിട്ട് ഇതില്ലേ ലേഡീസ് വോയിസ് ഒക്കെ ശരിയാക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. അത് ക്യാപ് കട്ടിൽ ഉപ പറ്റും. അത് ക്യാപ് കട്ടി പറ്റും. ഞാൻ പറയാൻ വേണ്ടി ഞാൻ അയാളെ കണ്ടിട്ട് പോലും ഇല്ല, പിന്നെ ഞാൻ അങ്ങനെ പറയാം. അങ്ങനെ ഈ സ്ഥലത്തിന്റെ പേരാണ്, ഈ സ്ഥലത്തിന്റെ പേരെന്താണ് ചേട്ടാ? ഈ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? ഇതാണോ കുളമാവ്? അല്ല, അതല്ല, ഈ മലയര കുളമാവ്. അത് മൂലമറ്റം, ആ കാണുന്ന മൂലമറ്റം. പവർ ഹൗസ് കാണിച്ചു കൊടുത്തു. പവർ ഹൗസ് ആണ്, അത് ഡാമൊന്നുമല്ല. ഇവ പൊട്ടം പറഞ്ഞ നീ അതൊന്നും ചെയ്യണ്ട, അത് ജസ്റ്റ് ഇങ്ങനെ ആയിക്കോട്ടെ. പവർ ഹൗസ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഉണ്ടാക്കുന്ന സ്ഥലമല്ലേ? എന്താ ഇവ ഇങ്ങനെ? അതിനെ കറണ്ട് ഉണ്ടാക്കണമെങ്കിൽ വെള്ളം കെട്ടി നിർത്തണം. ഈ വെള്ളം കെട്ടി നിർത്തണ എല്ലാത്തിനെയും ഡാം എന്നാണ് പറയണ. ഇത് ഞാൻ ഗീതുവിന്റെ കൈ കൊടുത്ത ഗീതു നല്ലോണം ചെയ്യും. ഇങ്ങനെയൊക്കെ കാണിക്കണ ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോഴും
എനിക്ക് ഷൂ വേണ്ട, ഞാൻ എണീച്ചതാ. എന്താ പറ ഒന്നുമില്ല നീ എന്നെ അപമാനിച്ചു. എടാ ഞാൻ പറഞ്ഞു ഇനി നിനക്ക് ഇതിൽ എന്തൊരു അപമാനം കേൾക്കാൻ കിടക്കണം. നിന്റെ ഇവിടെ ഞാൻ വരെ ദുബായിക്ക്. അപരാധം മീഡിയ നമ്മൾ പുതിയൊരു ചാനൽ തുടങ്ങാൻ പോവുകയാണ്, വിക്രമന്റെ അക്രമം. എന്തിനാ ഇങ്ങനെയൊക്കെ? ഇത് എനിക്ക് കട്ടിയാന്ന് നീ ഇത് മിണ്ടാണ്. സന്തോഷം തുള്ളി അനാവശ്യം പറഞ്ഞ ഞാനും എന്തെങ്കിലുമൊക്കെ പറയാം. എന്തിനാണ് വെറുതെ നമുക്ക് അലമ്പാക്കുന്നത്? നീല തുടങ്ങിയ വിക്രമ സുന്ദരൻ. സന്തോഷ സുന്ദരി. ആകപ്പാട എടേ അച്ചു, ആകപ്പാട കാണുന്നത് 5 പേര്. അതിന് ഒന്ന് അച്ഛനും ഒന്ന് അമ്മയും. എന്റെ ഭഗവാനെ. പിന്നെ സന്തോഷം എന്ന് പറയുമ്പോ ഗീതുവിന് മറ്റേ സന്തോഷം പോലെ വന്നു. അതാണ് കൂടെ കൂടെ വിഷമായിരുന്നു. എടാ ഒന്നുമില്ല ഗീതു. പിന്നെ വാ നമുക്ക് താഴോട്ട് വാങ്ങിയത് വാ. എന്തിനാ മക്കൾ പോട്ടെ, ഒന്നും മൈൻഡ് ചെയ്യണ്ട. പോ നെടുമങ്ങാട് ഇല്ലാത്തവർ അച്ഛനില്ലാത്തവരെന്ന് പറഞ്ഞു. അവന് അവന്റെ കൂടെ കുറെ അവിടെ ഇത് മണ്ടേ പിടിക്കും. എടാ നെടുമങ്കണ്ടുള്ള തന്ത, പക്ഷെ കാട്ടക്കട ഉള്ളവർക്ക് തന്ത തിരിച്ചറിഞ്ഞൂടാ. തന്ത കാണും.